ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നും രാവിലെ എന്നത്തെയും പോലെ തന്നെ ഞാൻ എണീറ്റ് വന്നിട്ട് മോൾക്ക് കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറുക്ക് കൊടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ നേരെ അടുക്കളയിലോട്ട് വന്നു കേട്ടോ. അടുക്കളയിലോട്ട് വന്നിട്ട് നമുക്ക് അവിടേക്ക് കുറച്ചൊന്ന് തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാളത്തേക്ക് കഴിക്കാനായിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നുപരിപ്പും അതേപോലെ തന്നെ കുറച്ച് ഉലുവയും പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ അത് അരച്ചെടുക്കുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. മിക്കവാറും ദിവസങ്ങളിൽ നമ്മുടെ ഇവിടെ ഇഡലി ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ടുണ്ടാവുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാകുമ്പോൾ ദോശ ഉണ്ടാക്കുന്നത് പോലെ അടുത്ത് തന്നെ നിന്ന് ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മിക്കവാറും ദിവസങ്ങളിൽ ഇഡലിയാണ്. ഇന്നിപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് വെള്ളത്തിലിട്ടതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ കുടിക്കാനുള്ള വെള്ളം നമ്മൾ രാവിലെ തന്നെ ചൂടുവെള്ളം വെച്ച് വയ്ക്കും നമുക്ക് കുടിക്കാനായിട്ട്. കുഞ്ഞു കുട്ടിയൊക്കെ ഉള്ളതല്ലേ. അപ്പം ഞാൻ മോൾക്കൊക്കെ ചൂടുവെള്ളം തന്നെയാണ് ഇന്നും കൊടുക്കാറുള്ളത് കേട്ടോ. അത് വെക്കാനായിട്ട് പോയി. അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി. നമ്മുടെ രാവിലത്തെ ഉള്ള പണികളുണ്ടല്ലോ, കുഞ്ഞായതിനു ശേഷം നമുക്ക് ഏതൊരു പണി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടൈമിങ്ങിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും മോള് കരഞ്ഞ് വാശി പിടിക്കുക. പിന്നെ മോളെ സമാധാനിപ്പിച്ച് കിടത്തി ഉറക്കി എന്നിട്ടൊക്കെ വേണം ഓരോന്ന് ചെയ്യാനായിട്ട് കേട്ടോ. കുഞ്ഞായപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് ടൈമിംഗ് ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇവിടെ ടേബിളിൻ്റെ അടുത്ത് കുഞ്ഞിനെ ഇരുത്തിയതാണ്. കുഞ്ഞവിടെ കടല ഉണ്ടായിരുന്നു കേട്ടോ, നിലക്കടല വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ തട്ടി വീഴ്ത്തിയിട്ടതാണ്. ഇനിയിപ്പോൾ എന്താണ് താഴെ തള്ളിയിടാൻ വേണ്ടി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നോക്കിയിട്ട് ചെയ്യും. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു. എന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ പണികളിലോട്ട് തന്നെ തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ റൂമുകളെല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മളിവിടെ മണ്ണുമുറ്റത്തെല്ലാം കോൺക്രീറ്റ് ചെയ്യാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വെയിലൊക്കെ ആയത് കാരണം ഒരു 3-4 ദിവസം നല്ല പോലെ അങ്ങ് നനച്ചു കൊടുക്കണം, വെള്ളം നല്ല പോലെ നനച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. മോട്ടർ ഇട്ടിട്ട് അവിടെയൊക്കെ വൃത്തിയായിട്ട് നല്ല എല്ലാവിടെയും വെള്ളം കെട്ടി നിർത്തി അങ്ങ് നനച്ചു കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തും നന്നായി അങ്ങ് നനച്ചു കൊടുത്തു. നല്ല പോലെ നനയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. വെയിലായതുകൊണ്ട് ചെറുതായിട്ടൊന്നും നനച്ചു കഴിഞ്ഞാൽ പോരാ, ഒരു ദിവസം ഒരു 4-5 തവണയൊക്കെ നനച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് രാവിലെ തന്നെ എല്ലാം അവിടെ ഒന്ന് നനച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് നല്ല വെള്ളം നമുക്ക് എടുക്കണമായിരുന്നു കേട്ടോ. ഇതെല്ലാം നനച്ചു കഴിഞ്ഞ് പിന്നെ നമ്മളുടെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 60 വർഷമൊക്കെ പഴക്കമുള്ള വീടാണ് കേട്ടോ. ഒരുപാട് പഴയ പണ്ടത്തെ വീടാണിത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ളതൊന്നും അല്ല. ഒരുപാട് പഴയ തറവാട് വീടാണിത് കേട്ടോ. ഒരു ദിവസം ഞാൻ നമ്മുടെ വീടിൻ്റെ മൊത്തത്തിൽ ഒരു ഹോം ടൂറായിട്ട് ചെയ്യാം കേട്ടോ, വീഡിയോ കാണിച്ച്. ഇന്ന് കാലത്തൊക്കെ ഇങ്ങനെയുള്ള വീടുകൾ വളരെ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വളരെ ചുരുക്കമായിരിക്കും ഇന്ന് കാലത്തൊക്കെ. ഇന്നൊന്നും ഇങ്ങനത്തെ വീട് ഇല്ലല്ലോ. ഇന്നൊക്കെ വാർപ്പ് വീട് കാര്യങ്ങളൊക്കെ അല്ലേ എല്ലായിടത്തും ഉള്ളത്. അപ്പം നമ്മൾ ദേ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നു, വെള്ളം നനച്ച് കഴിഞ്ഞു, നല്ല വെള്ളം എടുത്തിട്ട് വന്നു. പിന്നെ ദേ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഊറ്റി മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ വീടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് കറി വെക്കാനായിട്ട് അടുക്കളയിലോട്ടാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കിഴങ്ങ് കറിയാണ്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണിത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേണമെങ്കിൽ അടുത്തൊരു ദിവസം ഇടാം കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി. എന്നതിന് ശേഷം ഞാൻ മോൾക്ക് കൊടുക്കാനായിട്ട് ചെറിയ ഒരു കുഞ്ഞു വട്ടത്തിലൊരു ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് വെച്ചിട്ട് ഞാൻ ചെറിയൊരു കുഞ്ഞു ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് കിഴങ്ങ് കറിയും കൂട്ടിയിട്ടായിരുന്നു കൊടുത്തത് കേട്ടോ. അങ്ങനെ മുഴുവനായിട്ടൊന്നും കഴിച്ചില്ല, എന്നാലും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മോള് പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കൂട്ടത്തിലല്ല കേട്ടോ. നമ്മൾ നിർബന്ധിച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ കഴിക്കത്തുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ 2 പഴം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് പഴുക്കുന്നതിൻ്റെ മുൻപ് തന്നെ 2 എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു പൈനാപ്പിൾ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പൈനാപ്പിൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇത് നല്ല ഉപ്പുപൊടിയും
മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നല്ല മധുരമുള്ളതാണ് കേട്ടോ. ഞാൻ കരുതി ഇത് കണ്ടപ്പോൾ കരുതി വലിയ മധുരമൊന്നും ഉണ്ടാവില്ല, പുളിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിച്ചു നോക്കിയപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല മധുരം ഉണ്ടായിരുന്നു. കൂടെ തന്നെ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് പൈനാപ്പിളിലോട്ട് ചിലരൊക്കെ മധുരം ഇട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, പഞ്ചസാര ചേർത്തിട്ട്. പക്ഷെ എനിക്കത് അത്ര അങ്ങ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഉപ്പും മുളക് പൊടിയും ചേർത്ത് കഴിക്കുന്നത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നത് മോൾക്ക് കുറുക്ക് വെക്കാനായിട്ടാണ് കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കോറയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. കൂടെ ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാലൊഴിക്കാറില്ല, അതുകൊണ്ടാണ് കുറച്ച് നെയ്യ് അതിന് പകരമായിട്ട് ചേർക്കുന്നത്. അങ്ങനെ ഞാൻ കുറുക്കൊക്കെ വെച്ചിട്ട് മോളുടെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ ഒരേ കളിയാണ് കേട്ടോ അവിടെ. അങ്ങനെ ഞാൻ കുറുക്ക് കൊടുക്കാനായിട്ട് അടുത്തേക്ക് പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.